അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ ആനയെ മയക്കുവെടി വെച്ചു ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നത്. സാധാരണ അരുൺ സഖറിയുടെ പേര് നമ്മൾ പല ദൗത്യത്തിലും കേട്ടിട്ടുണ്ട്. നമുക്ക് ഒരു വിദഗ്ധമായൊരു സംഘമുണ്ട്. അവർക്ക് എല്ലായിടത്തും എത്തിച്ചേരാൻ കഴിയുന്നതിൻ്റെ പരിമിതിയുണ്ട്. എങ്കിലും വളരെ വേഗത്തിൽ ഇത്തരം ഇടങ്ങളിലേക്ക് എത്തുകയും ആ സംഘം വളരെ പരിശീലനം സിദ്ധിച്ച ആളുകൾ ഉൾപ്പെടുന്ന സംഘമാണ്. RRT സംഘാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവരാണ് ആ വലിയ ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മയക്കുവെടിയേറ്റ ആന മയങ്ങി തുടർന്ന് സംഘം അടുത്തേക്കെത്തി അതിന് വേണ്ട ചികിത്സ നൽകുകയാണ്. ഇനി എത്രത്തോളം ആഴത്തിലുള്ള മുറിവാണ് എന്നൊക്കെ പരിശോധിച്ച ശേഷമാണ് എത്ര സമയം ആനയെ ഇങ്ങനെ ഒരു നിരീക്ഷണത്തിൽ വെക്കേണ്ടി വരുമെന്ന് വനവകുപ്പിന് ഉറപ്പിക്കാൻ കഴിയുക. എന്തായാലും അരുൺ സഖറെ വളരെ പരിചയസമ്പന്നനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് കേരളത്തിലെ പല വന ദൗത്യങ്ങളുടെയും മുൻനിരയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഇപ്പോൾ ഇന്നലെ ആകെ ഒരു ആശങ്കയായിരുന്നല്ലോ, ഈ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹെലിക്യാം വെച്ച് പരിശോധന നടത്തിയിട്ട് പോലും ആനയെ എവിടെയൊന്നും സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് പുലർച്ചെ തന്നെ ആനയെ കണ്ടെത്താനും തുടർന്ന് മറ്റു നടപടികളിലേക്ക് കടക്കാനും വനവകുപ്പിന് കഴിഞ്ഞു എന്നത് ആ നാട്ടിലെ ജനങ്ങൾക്കും വലിയ ആശ്വാസകരമായതാണ്. ഏറ്റവും പ്രധാനം ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികൾ ഇറങ്ങുമ്പോൾ അതിനെ എവിടെയാണ് എന്ന് കണ്ടെത്താത്തൊരു സാഹചര്യം ആ പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ഭീതിയാണ്. അല്പമൊന്ന് ഇരുൾ മയങ്ങിയാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ, വീടിന് പുറത്തൊരു ശബ്ദം കേട്ടാൽ ഇറങ്ങി നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥ, കുട്ടികളെ സ്കൂളിലേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ കഴിയാത്ത അവസ്ഥ, ഇരുചക്ര വാഹനത്തിൽ പോകാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെ പലയിടത്തും പല അപകടങ്ങൾ പതുങ്ങിയിരിക്കുകയും പലയിടത്തും മനുഷ്യജീവൻ നഷ്ടമാകുകയും ചെയ്യുന്ന ഒട്ടേറെ സംഭവങ്ങളുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറുന്നത്. അവിടെയാണ് ഇത്തരം ദൗത്യങ്ങളുടെ ആവശ്യകതയും വളരെ പ്രധാനമായി മാറുന്നത്. ഇപ്പോൾ ഈ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള ആ ദൗത്യം വിജയിച്ചിരിക്കുന്നു എന്ന് പറയാം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. സമാനമായ വിവിധ ദൗത്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ദൗത്യങ്ങളിൽ ഈ വന്യജീവികൾക്ക് ജീവൻ നഷ്ടമാകുന്നതും അത്തരം സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും മനുഷ്യജീവൻ രക്ഷിക്കുക എന്നതാണ് വളരെ പ്രധാനം. ഇത്തരം ദൗത്യങ്ങൾ മനുഷ്യജീവൻ രക്ഷിക്കാൻ ഉതകുന്ന തരത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വനംവകുപ്പിന് എല്ലാ മേഖലകളിലും കഴിയേണ്ടതുമുണ്ട്. ഗോകുൽ VS വിവരങ്ങളുമായി അതിരപ്പള്ളിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ കുറച്ച് സമയമായിരിക്കുന്നു ആന അല്ലേ മയക്കത്തിലേക്ക് വന്നിട്ട്. എന്തെങ്കിലും വനവകുപ്പ് കൃത്യമായി പറയുന്നുണ്ടോ ഇതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എത്ര സമയം ആന ഇങ്ങനെ ഒരു നിരീക്ഷണത്തിൽ വേണ്ടി വരുമെന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ? ചികിത്സ ഏകദേശം അവസാന ഘട്ടത്തിലെത്തി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്നത്. അധികം വൈകാതെ തന്നെ ചികിത്സ കഴിയും. കാരണം കുറച്ച് സമയം മുൻപ് വരെ ആനയുടെ ശരീര ഊഷ്മാവ് തണുപ്പിക്കുന്നതിന് വേണ്ടി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മയക്കുവെടി വെച്ചാൽ സ്വാഭാവികമായും അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരീരോഷ്മാവ് ആനയുടെ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കാൻ വേണ്ടി തന്നെ അതിൻ്റെ ശരീരത്തിൽ വെള്ളം ഒഴിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം 6 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അവസാന ഘട്ടത്തിലാണെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ദൗത്യം പൂർണ്ണമായും വിജയം എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഈ മയക്കുവെടി വെച്ച് ഇത്ര സാഹസികമായി ഈ ആനയെ മയക്കിയത് തന്നെ പ്രധാന ലക്ഷ്യം ഇതിന് ആവശ്യമായ ചികിത്സ നൽകാൻ വേണ്ടിയാണ്. അതിനാവശ്യമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതൊരു പക്ഷേ വളരെ പെട്ടെന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ ട്രീറ്റ്മെൻറ്റ് കൂടി കഴിഞ്ഞാൽ മാത്രമേ ഈ ദൗത്യത്തിൻ്റെ വിജയം എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഏതായാലും അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘം, ആ ഡോക്ടർമാരുടെ സംഘം അവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചികിത്സ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമുക്ക് ഏറ്റവും ആശങ്കയിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ ആനയെ കാണാൻ കഴിയാത്തൊരു സ്ഥിതിയായിരുന്നു. 24 മണിക്കൂറിലധികം ആന എവിടെയാണെന്ന് പോലും അറിയാത്തൊരു സ്ഥിതി വന്നു. വനമേഖലയിൽ 11 സോണുകളായി തിരിച്ചുകൊണ്ട് നടത്തിയ തിരച്ചിൽ, ഹെലിക്യാം വെച്ച് നടത്തിയ തിരച്ചിൽ, ഇതിലൊന്നും തന്നെ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ നേരത്തെ തന്നെ ആന ചാലക്കുടി പുഴയിൽ വെള്ളം കുടിക്കാൻ എത്തിയപ്പോൾ ആനയെ കാണുകയും 14 വെച്ച് കാണുകയും അവിടെ വെച്ച് തന്നെ വനം വകുപ്പിൻ്റെ സംഘം ആനയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ എസ്റ്റേറ്റിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് കൃത്യമായി മയക്കുവെടി വെച്ചു. അതിനുശേഷം 500 മീറ്റർ ഓടി ആന തളർന്നു നിന്നു. ദൗത്യ സംഘത്തിന് അല്പസമയം, അതായത് കുറച്ചു നേരം കാത്തു നിന്നതിന് ശേഷം ഈ ആനയുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞു. ചികിത്സ ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചികിത്സ ഏറ്റവും അവസാന ഘട്ടത്തിലാണെന്നുള്ള വിവരം ആണ് ലഭ്യമാകുന്നത്. അത് ഒരുപക്ഷെ എത്രത്തോളമാണ് അല്ലെങ്കിൽ കഴിഞ്ഞോ എന്നുള്ള വിവരങ്ങൾ ഏകദേശം കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ലഭ്യമാകും. സ്വാഭാവികമായും ഏകദേശം 1 മണിക്കൂർ പിന്നിടുകയാണ്, അല്ലെങ്കിൽ 1 മണിക്കൂറിനടുത്ത് എത്തുകയാണ് ആനയെ മയക്കുവെടി വെച്ചിട്ട്. സാധാരണ തരത്തിൽ മയക്കുവെടിക്കൊക്കെ
ആനകൾക്ക് ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിൽ അധികം സമയം മാത്രമേ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ചികിത്സ ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഉടൻ തന്നെ അതിൻ്റെ പൂർണ്ണമായുള്ളൊരു വിവരങ്ങൾ കൂടി, വിശദാംശങ്ങൾ കൂടി ലഭ്യമാകും. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത്. ഗോകുലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. സ്ക്രീനിൽ കാണാം ആനയെ അവിടെ ആ ദൗത്യം ഏത് തരത്തിലായിരുന്നു സംഭവിച്ചത്, ഏത് തരത്തിലായിരുന്നു വനംവകുപ്പ് ഓപ്പറേഷൻ പൂർത്തീകരിച്ചത് വിജയകരമായി എന്നത് ആ ദൃശ്യങ്ങൾ കാണാം. ഒരു വിൻഡോയിൽ ആനയെ മയക്കുവെടി വയ്ക്കുന്നതും തുടർന്നുണ്ടായ ആ സമയത്തെ അവിടുത്തെ ദൃശ്യങ്ങളുമാണ്. സക്രിയ നേതൃത്വം നൽകുന്ന സംഘമാണ് ഇപ്പോൾ ഗോകുൽ പറഞ്ഞതനുസരിച്ച് ചികിത്സ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. എത്ര സമയം കൂടി ഇനി ബൂസ്റ്റർ ഡോസ് നൽകേണ്ട ആവശ്യമുണ്ടോ എന്നതിനെക്കുറിച്ച് വനംവകുപ്പ് ഇപ്പോൾ തീരുമാനമെടുക്കുമെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ നിലയിലേക്ക് മടങ്ങി വന്നാൽ പിന്നെ ആനയെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ഒരു ശ്രമം കൂടിയാണ് നമുക്ക് നടത്താനിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഭാഗത്ത് ഈ മുറിവേറ്റ നിലയിൽ കാട്ടാനയെ കാണുകയായിരുന്നു. ടാപ്പിംഗ് തൊഴിലാളികൾക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവരും പലപ്പോഴും അവരുടെ ജോലി തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. കാരണം ആന പലപ്പോഴും ഈ റബ്ബർ എസ്റ്റേറ്റിലേക്ക് വരുന്നതുകൊണ്ട് അവർക്ക് ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഈ ആനയെ എത്രയും വേഗം കാട്ടിലേക്ക് മടക്കി വിട്ടു കഴിഞ്ഞാൽ അവരുടെ ആ മേഖലയിലുള്ളവരുടെ ജീവനോപാധികൾ വലിയ തടസ്സമില്ലാതെ മുന്നോട്ട് പോകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഒരു വന്യമൃഗത്തിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു വലിയ പരിക്കുണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിച്ച് അതിന് വേണ്ട ചികിത്സ നൽകി അതിനെ സുരക്ഷിതമാക്കുക എന്ന വലിയ ദൗത്യം വനവകുപ്പിന് മുന്നിലുണ്ട്. അതാണ് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി ഈ ദൗത്യത്തിന് പിറകെയാണ് അല്ലേ. വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ പാളിപ്പോയി. ആന വളരെ ഭയചകിതനായിക്കൊണ്ട് കാട്ടിലേക്ക് മറയുന്നു. ഇതിനെ എവിടെയെന്ന് സ്പോട്ട് ചെയ്യാൻ കഴിയാതെ പോകുന്നു. അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്ന ദൗത്യമാണ്. പക്ഷേ ആ ഒരു അനുഭവ സമ്പത്തുള്ളതുകൊണ്ട് അതിനെയൊക്കെ മറികടക്കാൻ നമ്മുടെ വനപാലക സംഘത്തിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ തന്നെ ആ ഒരു ദൗത്യം അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് അല്ലെങ്കിൽ വിജയ നിമിഷത്തിലേക്ക് എത്തി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.